നമസ്കാരം. മലനാട് ടിവിക്ക് വേണ്ടി ബ്രിട്ടീഷ് പത്രം മുഖാമുഖം പരിപാടിയിലേക്ക് സ്വാഗതം. UK സാംസ്കാരിക തലസ്ഥാനമെന്നറിയപ്പെടുന്ന ലെസ്റ്ററിൽ ഇന്ന് നടക്കുന്ന യുക്മ 5ാമത് ദേശീയ കലാമേളയുടെ വേദിയിലാണ് ബ്രിട്ടീഷ് പത്രം ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നിവിടെ UK ഏറ്റവും വലിയ ജനകീയ സംഘടനയായ യുക്മ നടത്തിയ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ കലാമേളയിൽ ഇന്ന് നമുക്ക് ഉദ്ഘാടകനായി എത്തിയത് പത്തനംതിട്ടക്കാരുടെ സ്വന്തം MP, പ്രവാസികൾക്ക് വേണ്ടി പാർലമെൻറ്റിൽ മുഴങ്ങിക്കേൾക്കുന്ന ആ ഗർജിക്കുന്ന ശബ്ദം, ജനകീയ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ വലങ്കൈ, എല്ലാ അർത്ഥത്തിലും പ്രവാസി മലയാളികൾക്കും ഒപ്പം ഇന്നിവിടെ UK മലയാളികൾക്കും പ്രിയങ്കരനായി മാറിയ ശ്രീ ആൻറ്റോ ആൻ്റണി സാർ, നമസ്കാരം. ബ്രിട്ടീഷ് പത്രത്തിലേക്ക് സ്വാഗതം. ആദ്യമായി തന്നെ ചോദിച്ചുകൊള്ളട്ടെ, ഇന്നിവിടെ നടക്കുന്ന യുക്മയുടെ ഈ കലാമേള നാട്ടിലെ സ്കൂൾ യുവജനോത്സവങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പ്രതീതിയിൽ ഇന്ന് സാർ തന്നെ കണ്ടു കാണും, ഏതാണ്ട് 600-ൽ പരം മത്സരാർത്ഥികളാണ് ഇന്നിവിടെ മത്സരിച്ചത്. അവർ 4 വേദികളിലായിട്ട് 40 ഇനങ്ങളിലാണ് ഇന്നിവിടെ മത്സരം അരങ്ങേറുന്നത്. ഇത് യുക്മയുടെ തന്നെ ലോക പ്രവാസികളുടെ തന്നെ ചരിത്രത്തിൻ്റെ തന്നെ ഒരു വലിയ ഭാഗമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്താണ് അങ്ങ് ഇത് കണ്ടിട്ടുണ്ടായ അനുഭവം എന്തായിരുന്നു? വളരെ അങ്ങേയറ്റം പ്രശംസനീയമാണ്. കാരണം ഒരു മറുനാട്ടിൽ കേരളത്തിൻ്റെ സാംസ്കാരിക തനിമയും പാരമ്പര്യമെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതുപോലൊരു കലാമേള ഇത്ര വിപുലമായി, ഇത്ര വലിയ പ്രാതിനിധ്യത്തോടുകൂടി, ഇത്രയേറെ ഇനങ്ങളിൽ ഒരേ സമയം മത്സരം നടത്തുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയല്ല. അതിനുള്ള ജഡ്ജസ് ആണെങ്കിലും ഓരോ സ്റ്റേജിലും ഒരു മിനിറ്റ് പോലും തെറ്റാതെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടത്തി ഒരു മാതൃപരമായി നടന്ന ഒരു വലിയ കലോത്സവമായിട്ടാണ് ഇതിനെ നോക്കിക്കാണാൻ കഴിയൂ. എന്തായാലും യുക്മയെ എൻ്റെ ഭാരവാഹികളെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. ആ വണ്ടി ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം പെടലിക്ക് ഭയങ്കര വേദനയാണ്. നെക്കില്ലേ മാനെ, നെക്ക്. ഷോയി ചെറിയാനെ വിളിച്ചു പറഞ്ഞോ? അയ്യോടി, ഞാനത് മറന്നുപോയല്ലോ. വിളിച്ചാ വല്ലതും കിട്ടുവോ? വിളിച്ചു നോക്ക്, കിട്ടിയാ കിട്ടട്ടെ. ഹലോ, ആ ഷോയി. വാഹനങ്ങളിലൂടെയും വർക്ക് പ്ലേസിലൂടെയും നിങ്ങൾക്ക് സംഭവിച്ചേക്കാവുന്ന എല്ലാവിധ അപകടങ്ങളിലും അർഹമായ കോമ്പൻസേഷൻ ലഭ്യമാക്കുവാൻ കോൾ ഷോയി ചെറിയാൻ, ഡയറക്റ്റ് ആക്സിഡന്റ് ക്ലെയിം അസിസ്റ്റൻസ്, UK. നോ വിൻ നോ ഫീ. പ്രവാസികളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പാർലമെൻറ്റിൽ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും അധികം ശക്തമായി വാദിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇവിടെ വരുന്ന ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കളോടും ഞങ്ങൾ ആദ്യമേ ആവശ്യപ്പെടാറുള്ള ഒന്നാണ് എംബസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇതിനോടകം തന്നെ അങ്ങയുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാകാം. അടുത്ത കാലത്തായി ചില നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനിയും മറ്റ് രാജ്യങ്ങളുടെ എംബസിയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ നില ഇപ്പോഴും പരിതാപകരമാണ്. അങ്ങേക്ക് എന്താണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുക? ഈ കാര്യം പാർലമെൻറ്റിൽ തന്നെ ഉന്നയിക്കുകയും വിദേശകാര്യ സമിതിയിലെ ഒരു അംഗമെന്ന നിലയിൽ ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിയുടെയും മന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽ പലവട്ടം കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ എംബസികളിൽ നിന്നും നമ്മുടെ പ്രവാസികളായ ആളുകൾക്ക് അവർക്ക് ലഭിക്കേണ്ട ആ പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. മറ്റ് രാജ്യങ്ങളിലെ എംബസികളുമായി താരതമ്യം ചെയ്യുമ്പോൾ സേവനത്തിൻ്റെ കാര്യത്തിൽ, സർവീസിൻ്റെ കാര്യത്തിൽ നമ്മുടെ എംബസികൾ വളരെ പുറകിലാണ്. അവർക്ക് സ്വന്തം രാജ്യത്തോടുള്ള ആ പൗരന്മാർക്ക് ചെയ്തു കൊടുക്കേണ്ട സഹായങ്ങളെ സംബന്ധിച്ച് യാതൊരു കാഴ്ചപ്പാടുമില്ല, അതിനുള്ള മനോഭാവമില്ല. പലപ്പോഴും വളരെയേറെ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വളരെയേറെ പ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിവരുടെ ഒരു മനോഭാവത്തിൻ്റെ കൂടെ പ്രശ്നമാണ്. ഞാൻ ഈ പ്രശ്നം പാർലമെൻറ്റിൽ ഉന്നയിക്കുകയും എംബസികളുടെ ഫങ്ഷനിങ്ങിനെ സംബന്ധിച്ച് വിശദമായൊരു പഠനം നടത്തണമെന്നും ഇന്നത്തെ ഈ വ്യവസ്ഥയിൽ നിന്ന് സമൂലമായ ഒരു ഉടച്ചുവാർക്കൽ അത് അനിവാര്യമാണ് എന്ന് ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ ഏറ്റവും അധികം മലയാളികൾ
ജോലി ചെയ്യുന്നൊരു മേഖല നേഴ്സിംഗ് മേഖലയാണ്. പ്രത്യേകിച്ച് അങ്ങേപ്പോലുള്ളവർ ആ മേഖലയിൽ വളരെയധികം സംഭാവനകൾ നമുക്ക് സഹായകരമായി ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ലോകത്തെ ഏറ്റവും കൂടുതൽ നേഴ്സിംഗ് കമ്മ്യൂണിറ്റിയെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ഇന്ത്യക്ക് ഗ്ലോബൽ നേഴ്സിംഗ് കൗൺസിലിൽ അംഗത്വം പോലും ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ പാർലമെൻറ്റിൽ നിന്ന് ഒരംഗത്തെ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ആ അംഗമായി മാറാൻ അവസരം ലഭിച്ചപ്പോൾ ഞാൻ തന്നെ മുൻകൈ എടുത്താണ് ഇന്ത്യക്ക് ഗ്ലോബൽ നേഴ്സിംഗ് കൗൺസിലിൽ അംഗത്വം നേടിക്കൊടുത്തത്. രാജ്യത്തിനകത്താണെങ്കിൽ 18 ലക്ഷത്തോളം വരുന്ന നേഴ്സുമാർ അവരനുഭവിച്ചിരുന്ന പ്രയാസത്തിന് ഒരു കയ്യും കണക്കുമില്ല. കാരണം യഥാർത്ഥത്തിലൊരു അടിമവേലയായിരുന്നു. ന്യായമായ ശമ്പളമില്ലാതെ അവരുടെ സർട്ടിഫിക്കറ്റുകൾ തടഞ്ഞു വെച്ച് ബോണ്ടെന്ന് പറയുന്ന അപ്രഖ്യാപിതമായ അടിമത്തത്തിൽ ഒപ്പിട്ട് കൊടുത്ത് ജീവിക്കാൻ മാർഗമില്ലാതെ നട്ടം തിരിയുന്ന ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനാണ് ആദ്യമായി ഈ ബോണ്ട് സമ്പ്രദായം നിർത്തിക്കൊണ്ടുള്ള തീരുമാനം കൊണ്ടുവന്നത്. സർട്ടിഫിക്കറ്റുകൾ തടഞ്ഞു വെക്കുന്നത് നിയമവിരുദ്ധമാക്കി. നഴ്സുമാർക്ക് മിനിമം വേതനം, മിനിമം ജോലി സമയം, അവരുടെ സാമൂഹിക ആരോഗ്യ സുരക്ഷിതത്വം, ഇതെല്ലാം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഈ രംഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് അഭിമാനത്തോടെ ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന സാഹചര്യം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിമാനമായി ഞാൻ കാണുന്നത്. We provide some of the best value flight specialist travel products. We offer this journey under the guidance of a team of travel experts. We are always in contact with the world's best airlines to provide the journey at the cheapest rate. We always stand to provide a journey that satisfies all the needs of the customers. Your journey is our journey. We are at your reach to visit each and every corner of the world. Enjoy the natural beauty and to know the different cultures. Tom 10 Travels. Fly anywhere in the world. വളരെയധികം വൈകിയിരിക്കുകയാണ്. ഈ സമയം അറിയാം, ഇപ്പോഴും 11 മണി കഴിഞ്ഞിരിക്കുന്നു യു കെയിലെ സമയം. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഏകദേശം വെളുപ്പിന് 5 മണിയോട് ആകുന്നു. സാറ് രാവിലെ മുതൽ കലാമേളയുമായി ബന്ധപ്പെട്ട് ഇവിടെ വരികയുണ്ടായി. ഇതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ യു കെ മലയാളികൾ ഇതിനെ നോക്കിക്കാണുന്നത്. തുടർന്നും അങ്ങയുടെ സഹകരണവും ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവസാനമായി എന്താണ് അങ്ങേക്ക് യു കെ മലയാളികൾക്ക് കൊടുക്കുവാനുള്ള, പ്രത്യേകിച്ച് വളർന്നു വരുന്ന ഈ കലാകാരന്മാർക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ് എന്താ? ഒരുമിച്ച് നിന്ന് നമ്മളുടെ പൈതൃകവും പാരമ്പര്യവും സംസ്കാരവും ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരമല്ല നല്ല കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തി അതിൽ എല്ലാവർക്കും ഒത്തുചേരാവുന്ന ഒരു പൊതുവേദിയാക്കി അതിനെ മാറ്റി അതിൽ നിന്ന് നാട്ടിലെ ചെറിയ വഴക്കുകളും ഗ്രൂപ്പിസങ്ങളും എല്ലാം മാറ്റി നിർത്തി കേരളീയരായ സമൂഹത്തിന് ഒന്നിച്ചിരിക്കാനും ഒരുമിച്ച് കൂടാനും അവരുടെ തലമുറകൾക്ക് അവർക്ക് അവരുടെ കഴിവുകൾ മാറ്റിവരയ്ക്കാനും അവരുടെ സമ്പൂർണ്ണമായ വ്യക്തിത്വ വികാസത്തിന് അടിത്തറമാകുന്ന ഒന്നാക്കി ഇതിനെ മാറ്റിയെടുക്കാനും എല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. ഇതൊരു വലിയ വിജയമാണ്. യുഗ്മ വളരെ വലിയൊരു വെല്ലുവിളിയാണ് ഏറ്റെടുത്തത്. ആ വെല്ലുവിളി വിജയകരമായി അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അവർക്ക് എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. വളരെയധികം നന്ദി ശ്രീ ആൻ്റണി MP, ഇത്രയധികം നേരം ഞങ്ങൾക്ക് വേണ്ടി ബ്രിട്ടീഷ് പത്രത്തിന് വേണ്ടി യു കെ മലയാളികൾക്ക് വേണ്ടിയും ചെലവഴിച്ചതിന് താങ്ക് യു സോ മച്ച്. വന്നപ്പം മുതൽ ഗവൺമെൻറ് ചില പോളിസീസ് എടുത്തു. 3 സ്റ്റാറിന് ബാർ കിട്ടുമായിരുന്നു, അത് 4 സ്റ്റാറിലേക്ക് മാറ്റി. കാരണം 3 സ്റ്റാർ പുതിയ ബാറുകൾ അനുവദിക്കുന്നത് 4 സ്റ്റാറിന് മാത്രമാക്കി മാറ്റി. അപ്പോൾ അതിനുശേഷം പിന്നെ ഗവൺമെൻറ് ബിവറേജസിൻ്റെ ഒരു ഔട്ട്ലെറ്റും ഈ ഗവൺമെൻറ് ഒന്നിനു ശേഷം